മന്നപ്ര ഗ്രാമപഞ്ചായത്തിൽ പൊതുജന താൽപര്യം കണക്കിലെടുത്തു മാത്രമേ പൊതുശ്മശാന നിർമ്മാണം ആരംഭിക്കാവൂന്ന് ഇന്ദിരാഗാന്ധി കൾച്ചറൽ ഫോറം മന്നപ്ര മണ്ഡലം കമ്മിറ്റി. നാട്ടുകാരുടെ വിവിധ ആവശ്യമുന്നയിച്ചുകൊണ്ടുള്ള ഒപ്പ് സമാഹരിച്ച് ബന്ധപ്പെട്ട വകുപ്പ് അധികാരികൾക്ക് നിവേദനം കൈമാറി. ജനമനസ് കേൾക്കാതെ പഞ്ചായത്ത് ഭരണസമിതി മഞ്ഞപ്രയുടെ പ്രധാന സ്ഥലമായ ചാറ്റുപാടം കേന്ദ്രീകരിച്ച് ശ്മശാനം സ്ഥാപിക്കാനുള്ള നീക്കത്തിലാണ്. ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിച്ചു മാത്രമേ പൊതുശ്മശാന നിർമ്മാണം ആരംഭിക്കാവുകയുള്ളൂവെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാരുടെ ഒപ്പ് സമാഹരിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി കൾച്ചറൽ ഫോറം മഞ്ഞപ്ര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിവേദനം കൈമാറി. കുടുംബാരോഗ്യ കേന്ദ്രം, ബാംബു പനമ്പ് നെയ്ത്തുശാല, സ്വകാര്യ ബസ് സ്റ്റാൻഡ്, അങ്കനവാടി, വെറ്റിനറി ഡിസ്പെൻസറി, ചെറുകിട കച്ചവട സ്ഥാപനങ്ങൾ, വിദ്യാലയങ്ങൾ എന്നിങ്ങനെയുള്ള നിരവധി ആളുകൾ ഇടതടവില്ലാതെ അനുദിനം കടന്നുപോകുന്ന വഴികൾ ജനത്തിരക്കേറിയ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പൊതുശ്മശാനം വരുന്നതിനെതിരെയുള്ള സമരരംഗത്താണ് പ്രദേശവാസികൾ. എന്നാൽ 12ാം വാർഡിൽ തവളപ്പാറ കാറ്റിപ്പാടം ഭാഗത്ത് SC ശ്മശാനത്തോട് ചേർന്ന് പുറമ്പോക്കായി സ്ഥലമുള്ളതായി നാട്ടുകാർ സൂചിപ്പിച്ചിരുന്നു. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്തതും ആർക്കും പരാതികൾക്ക് ഇടം നൽകാത്ത വിധത്തിലായിരിക്കണം മഞ്ഞപ്രയിലെ പൊതുശ്മശാനം നിർമ്മിക്കേണ്ടതെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ഇതുമൂലം മഞ്ഞപ്രയിലെ ഹിന്ദു സമൂഹം ഏറെ കഷ്ടപ്പാടിലാണെന്നും ഇതിനുള്ള നടപടികൾ എത്രയും വേഗത്തിലാക്കണമെന്നും പൊതുശ്മശാനത്തിന്റെ ആവശ്യകത ഉയർത്തിപ്പിടിച്ച് ഏറ്റവും വികസന സാധ്യതയുള്ള ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ചാറ്റുപാടത്ത് അനുവദിക്കരുതെന്നും ഇന്ദിരാഗാന്ധി കൾച്ചറൽ ഫോറം ബന്ധപ്പെട്ടവരോട് രേഖാമൂലം ആവശ്യപ്പെട്ടു. ജനവാസ കേന്ദ്രത്തിന് നടുവിൽ എവിടെയായാലും പൊതുശ്മശാനം നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്ന നീക്കത്തിനെതിരെ ശക്തമായ ജനകീയ പ്രതിഷേധങ്ങൾക്ക് ഇന്ദിരാഗാന്ധി കൾച്ചറൽ ഫോറം രൂപം കൊടുക്കും. ഇത് സംബന്ധിച്ച നിവേദനം ജില്ലാ കളക്ടർ, പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർ, താലൂക്ക് തഹസിൽദാർ, വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർക്ക് ഇന്ദിരാഗാന്ധി കൾച്ചറൽ ഫോറം ഭാരവാഹികളായ ഡേവിസ് മണവാളൻ, ഷെബി പാപ്പച്ചൻ, ജോസൻ വി ആന്റണി, സോമൻ വാഴ്വേലിൽ, ME സെബാസ്റ്റ്യൻ, ഡേവിസ് ചൂരമന എന്നിവരുടെ നേതൃത്വത്തിലുള്ള നിവേദന സംഘം നേരിൽ സന്ദർശിച്ച് കത്ത് കൈമാറി. ന്യൂസ് ബ്യൂറോ, അങ്കമാലി. ദീപാവലി ബോണസ് വല്ലതും കിട്ടിയോ? എന്റെ മോള് എന്റെ നാട്ടിലെ ആദ്യത്തെ പൈലറ്റായി. അവളുടെ അഡ്മിഷന്റെ നേരത്ത് എനിക്ക് കൈത്താങ്ങായത് മണപ്പുറം ഗോൾഡ് ലോണാണ്. മണപ്പുറം ഗോൾഡ് ലോൺ പണയം വെക്കുന്ന ദിവസങ്ങൾക്ക് മാത്രം പലിശ ഈടാക്കുന്നു.